ഹായ് ഹലോ മക്കളെ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടോ എൻ്റെ മക്കൾക്ക്? ടീച്ചറിന് ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താ പഠിച്ചേ? കഴിഞ്ഞ ഒരു ക്ലാസ് കഴിഞ്ഞായിരുന്നു. എന്താ പഠിച്ചേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് ഇരുന്നേ. അതെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി അല്ലേ? നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എൻ്റെ മക്കൾക്കെല്ലാം ഓർമ്മയുണ്ടോന്ന് ടീച്ചറിന് അറിയാം. ഓർമ്മയുണ്ടല്ലോ? യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ചാപ്റ്റർ 1 ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു അല്ലെ? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു. എന്തായിരുന്നു? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു അല്ലെ മക്കളെ? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്ന് ടീച്ചർ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ മക്കളെ? നമ്മൾ ആറ്റത്തിന്റെ എന്തിനെ കുറിച്ചാണ്? സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചത്. നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റിനും സർക്കുലാർ പാത്തിലുള്ള ഫിക്സഡ് ആയിട്ടുള്ള പാത്ത് ഉണ്ട്. അതിനെ നമ്മൾ ഷെൽസ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഈ ഷെൽസിൽ ആരുണ്ടെന്ന് പറഞ്ഞു? ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? നമ്മളുടെ ഏതുപോലെയാണ്? പ്ലാനറ്റ്സ് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ ചുറ്റുന്നത് പോലെ നടുക്ക് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്? റിവോൾവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ ഷെല്ലുകളുടെ കാര്യം പറഞ്ഞു. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്നൊക്കെ പറഞ്ഞു. ആ ഷെല്ലുകളിൽ ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്തൊക്കെയാ? കെയില് 2, എല്ലില് 8, എമ്മില് 18 ആൻഡ് എന്നില് 32. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ എൻ്റെ മക്കൾക്ക്? അറിയാം. എനിക്ക് ടീച്ചറിനെ അറിയാം. കാരണം നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാം റിവൈസ് ചെയ്യുന്ന കുട്ടികളാണ് അല്ലെ? ഓക്കെ. അപ്പോ നമ്മളുടെ ഈ പറയുന്ന KLMN ഷെല്ലുകൾ അല്ലെ? നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ടീച്ചർ ഇനി ഈ ക്ലാസ്സിൽ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാമെന്നാണ് അല്ലെ? അതായത് ഓരോ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ എലമെന്റുകളിൽ. അപ്പോൾ അതില് ഫസ്റ്റത്തെ എലമെന്റ് ആയ ഹൈഡ്രജനെ ടീച്ചർ എടുക്കുകയാണെ. അറ്റോമിക് നമ്പർ 1 ആണ്. നമ്മൾ എപ്പോഴും അറ്റോമിക് നമ്പർ ഇവിടെ താഴെ ആയിട്ടാണ് എഴുതുന്നത് കേട്ടോ. അറ്റോമിക് നമ്പർ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു സിമ്പിൾ തന്നിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഡിയത്തിന്റെ ഒരു സിമ്പിൾ തന്നിട്ട് ഇവിടെ 11 എന്ന് എഴുതിയിരുന്ന എപ്പോഴും നിങ്ങൾ വിചാരിച്ചോണം ഇത് അറ്റോമിക് നമ്പർ ആണെന്ന്. അപ്പൊ നമ്മളെ തെറ്റിക്കാനായിട്ട് പലതും ഒക്കെ ചോദിക്കും, മാറിയും മറിഞ്ഞും. അപ്പൊ എന്റെ ക്ലാസ് കാണുന്ന എന്റെ മക്കൾ ആരും ഇനി തെറ്റിക്കത്തില്ല. ഇതുപോലെ നമ്മളുടെ താഴെ എന്തെങ്കിലും ഇങ്ങനെ നമ്പേഴ്സ് ഇതുപോലെ സിമ്പിൾ ഇട്ട് തരികയാണെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് താഴെ തരുന്നത്. കാരണം ഇനി നമ്മൾ മുകളിലോട്ട് പഠിക്കും, നമ്മൾ മുകളിലും ഒരു നമ്പർ എഴുതാറുണ്ട്, അതിന് വേറെ പേരാണ് പറയുന്നത്. താഴെ എപ്പോഴും എഴുതുന്ന ഈ ഒരു നമ്പറാണ് നമ്മളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഏത് നമ്പറാണ്? അറ്റോമിക് നമ്പർ. ഓക്കെ. അപ്പൊ നമ്മള് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാൻ പോവുകയാണ്. നമ്മളുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ എലമെന്റ് ആയ ഹൈഡ്രജൻ. ഓക്കെ. ഹൈഡ്രജൻ 1 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ താഴെ 1 എന്ന് എഴുതിയ അതിന്റെ അർത്ഥം എന്തുവാ? അറ്റോമിക് നമ്പർ 1 എന്നാണ് അല്ലെ? അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Z ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോ 1 ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ വേറെ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ? ആരൊക്കെയാ കിട്ടുന്നേ? ഓർത്ത് നോക്കിക്കേ. അറ്റോമിക് നമ്പർ കിട്ടിയാൽ 2 കാര്യങ്ങൾ, 2 സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ച് കിട്ടുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? യെസ്. ആരൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? പ്രോട്ടോണിനെയും കിട്ടും, പ്രോട്ടോണിനെയും കിട്ടും, ഇലക്ട്രോണിനെയും കിട്ടും. ആരെയൊക്കെയാണ് കിട്ടുന്നത്? പ്രോട്ടോണിനെയും കിട്ടും, ഇലക്ട്രോൺ. അപ്പോ അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ പ്രോട്ടോൺ 1, ഇലക്ട്രോൺ 1. അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ പ്രോട്ടോൺ 1 ആണ്, ഇലക്ട്രോണും 1 ആണ്. സോ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആരുടെ നമ്പർ മാത്രം ഇപ്പൊ തൽക്കാലം മതി? ഇലക്ട്രോണിന്റെ നമ്പർ. ഓക്കെ. ഇലക്ട്രോൺ 1 ആണ്. സോ ആദ്യത്തെ ഷെൽ ആരാണ്? എപ്പോഴും നമ്മൾ ചിന്തിക്കണം KLMN എന്ന ഷെല്ലുകളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? എപ്പോഴും KLMN ഈ ഓർഡറിലെ ഇലക്ട്രോൺസ് എന്താകത്തുള്ളൂ? ഫിൽ ആകത്തുള്ളൂ. അല്ലാതെ ആദ്യം എമ്മിൽ പോയി, പിന്നെ എന്നിൽ വന്ന്, പിന്നെ കെയിൽ പോയി, പിന്നെ എല്ലിൽ വന്ന് അങ്ങനെ പറ്റത്തില്ല. കറക്റ്റ് ഓർഡറിൽ മാത്രം. ആദ്യം K, പിന്നെ L, പിന്നെ M, പിന്നെ N. മനസ്സിലായ മക്കളെ? അപ്പോ ആകെ ഒരേ ഒരു ഇലക്ട്രോണേ നമ്മളുടെ ഹൈഡ്രജൻ ഉള്ളൂ. അതുകൊണ്ട് അത് ഒന്നാമത്തെ ഷെല്ലായ ആരിലേക്ക് പോകും? കെയിലേക്ക് പോകും. കണ്ടോ? ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കണ്ടോ? ഇനി
രണ്ടാമത്തെ ആളിനെ എടുക്കാം, ഹീലിയം. ഹീലിയത്തിന് അറ്റോമിക് നമ്പർ 2 ആണ്, 2 ആണ്. സോ അതും ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിലേക്ക് പോകും. കാരണം എന്താണ് മക്കളെ? കാരണം എന്താണ്? കെയിൽ മാക്സിമം എത്ര വരെ കൊള്ളുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇലക്ട്രോൺസ്? 2. സോ അത് ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിലേക്ക് പോകും. എന്നാൽ ലിഥിയം നോക്കാം നമുക്ക്. മൂന്നാമത്തെ ആളാണ് ലിഥിയം. ലിഥിയം Li ആണ് അതിന്റെ സിമ്പൽ. ലിഥിയം. ലിഥിയത്തിന് 3 അറ്റോമിക് നമ്പർ. Z എന്ന് പറയുന്നത് 3. സോ 3 ഇലക്ട്രോൺസ് ഉണ്ട്, 3 പ്രോട്ടോൺസും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പൊ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരെ കൊള്ളും? മാക്സിമം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാ? 2 അല്ലേ മക്കളെ? അപ്പൊ 2. ഓക്കെ. പക്ഷെ 3 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 2 നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റൂ? കെയിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇനി ഒരെണ്ണം ബാലൻസ് ഇല്ലേ മക്കളെ? അത് ഏതിലേക്ക് പോകും? എല്ലിലേക്ക് പോകും. കണ്ടോ? അപ്പോ ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ. കെയിൽ തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ ഒന്നും പിടിച്ചിരുത്തുന്നത് പോലെ ഒന്നും ഇരുത്താൻ പറ്റത്തില്ല. കറക്റ്റ് ആയിട്ടുള്ള എണ്ണത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ എന്താണ് പറയുന്നത്, ഷെല്ലിലേക്ക് ഇരിക്കാനുള്ള ആ വഴി അങ്ങ് ക്ലോസ് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ചോളാം. ഓക്കെ. പിന്നെ ഇനി ഇലക്ട്രോണിനെ ഒന്നും അവർ അക്യുമുലേറ്റ് ചെയ്യത്തില്ല. മാക്സിമം എത്രയാണോ അവർക്ക് പറഞ്ഞേക്കുന്നത് അത്രയും മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ? അലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ലിഥിയത്തിന് 3 ഇലക്ട്രോൺ ഉണ്ട്. അയ്യോ പാവം, ഒരാൾ വെളിയിലായി പോയല്ലോ. ആ ആളിനെയും കൂടെ കെയിൽ കയറ്റാനൊന്നും ലിഥിയം സമ്മതിക്കത്തില്ല. ഒള്ളി കെയിൽ ആര് മാത്രമേ? 2 ഇലക്ട്രോൺസേ ഇരിക്കത്തുള്ളൂ. അപ്പൊ ബാലൻസ് ഒരാളുണ്ടല്ലോ, വിഷമിക്കണ്ട, അടുത്ത ഷെല്ലിൽ കൊടുക്കാം നമുക്ക് 1. ഓക്കെ മക്കളെ. അപ്പൊ ഇനി ഞാൻ വേറൊരെണ്ണം നമുക്ക് നോക്കാം. സോഡിയം എടുക്കാം ടീച്ചർ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11. അറ്റോമിക് നമ്പർ ഒക്കെ 9th സ്റ്റാൻഡേർഡ് നമ്മൾ 20 വരെയൊക്കെ പഠിച്ചു. മറന്നുപോയോ ആരെങ്കിലും? പേടിക്കണ്ട, നമുക്ക് കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. നമുക്ക് അത് വെച്ചൊക്കെ ഒന്ന് പഠിക്കാം. പക്ഷെ ട്രിക്ക് മറന്നു പോകരുത്. ട്രിക്ക് പറയുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, അതിനനുസരിച്ച് നമ്മൾ പഠിക്കാം. ഓക്കെ. അപ്പൊ സോഡിയം ആണ് അല്ലേ മക്കളെ അടുത്തത്? സോഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ ഇലക്ട്രോൺസ് എത്രയുണ്ടെന്നാണ് അതിന്റെ മീനിങ്? 11. അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ ഇലക്ട്രോൺസും 11. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺസ് 11 ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഷെല്ലുകളിൽ എങ്ങനെ നടക്കും മക്കളെ? ആദ്യത്തെ ഷെല്ലായ കെ ഷെല്ലിൽ 2 എണ്ണം. 11 എണ്ണം ഉണ്ടായിരുന്നതിൽ ആദ്യത്തെ കെ ഷെല്ലിൽ എത്ര എണ്ണം പോയി? 2 എണ്ണം പോയി. ഇനി ബാലൻസ് എത്രയാ ഉള്ളേ? 11ൽ നിന്നും 11 ആയിരുന്നതിൽ നിന്നും 2 എണ്ണം കെയിലേക്ക് പോയി. ഇനി ബാലൻസ് ഉള്ളതിൽ 9 ആണ് അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എവിടെയോ ഒരു കൺഫ്യൂഷൻ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞു തരാം. സോഡിയം എന്ന് പറയുന്ന എലമെന്റിന് 11 ആണ് അറ്റോമിക് നമ്പർ. സോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 11 ഇലക്ട്രോൺ ഉണ്ട്. ഈ 11 ഇലക്ട്രോണിനെ വേണം നമുക്ക് KLM എന്ന് പറയുന്ന ഷെല്ലുകളിൽ വെച്ച് കൊടുക്കാൻ. അപ്പോൾ കെയിൽ എത്ര എണ്ണമേ കൊള്ളൂ? 2. 11ൽ നിന്ന് 2 പോയ ബാലൻസ് എത്രയാ? 9 അല്ലേ? രണ്ടാമത്തെ ഈ ബാലൻസ് കിടക്കുന്ന 9 എവിടെ പോവും? അടുത്ത ഷെല്ലിലേക്ക് പോവും. അടുത്ത ഷെല്ല് നോക്കുമ്പോൾ ആരാ? എല്ലാണ് അല്ലേ മക്കളെ? എല്ലിൽ എത്ര എണ്ണമേ കൊള്ളൂ? 9 എണ്ണം കൊള്ളുമോ എല്ലില്? നോ. L can accommodate only 8 electron. So ഈ 9ൽ നിന്നും 8 എവിടേക്ക് പോകും? എല്ലിലേക്ക് പോകും. അപ്പോഴാര് വന്നു? 1 ഇലക്ട്രോൺ വീണ്ടും ബാലൻസ് വന്നു. ഒന്നിനെയും കൂടെ ഇവിടെ അങ്ങ് കയറ്റി കൊടുക്കാൻ പറ്റുമോ? അതായത് ഇനി ഒരെണ്ണം കൂടെയല്ലേ ഉള്ളൂ, അതും കൂടെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കയറ്റി വിടാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എല്ലിൽ മാക്സിമം ആണ് 8, അത്രയുമായി. സോ കെയിൽ 2, എല്ലിൽ 8, ടോട്ടൽ 10 ആയി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതെവിടേക്ക് പോകും? എം ഷെല്ലിലേക്ക് പോകും. ഒരെണ്ണം ആയിരുന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ കയറ്റത്തില്ല. സോ അടുത്ത ഷെല്ലിലേക്ക് അവര് കൊടുക്കും. ക്ലിയർ ആയോ മക്കളെ? സോ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളടുത്ത് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ 281. നമ്മളിങ്ങനെ കോമയായിട്ടാണ് എഴുതുന്നത്. 281. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെല്ലാവരും അലുമിനിയം 13, oxygen 8, then K ആരാ? K potassium 19,
19. Okay, then കാൽഷ്യം 20. ഇതിൻ്റെയൊക്കെ ഒന്ന് എഴുതിക്കേ, ടീച്ചർ കുറച്ച് സമയം തരാം. ഇതിൻ്റെയൊക്കെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതിക്കേ. എങ്ങനെയാണ് ഷെല്ലുകളിൽ ഈ എലമെന്റുകളുടെ ഇലക്ട്രോണുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുമല്ലേ, അയ്യോ പൊട്ടാസ്യം 19 എന്ന് എനിക്ക് ഓർമ്മ വന്നില്ലൊന്നും. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഒരു ട്രിക്ക് പഠിക്കും, അതിലൂടെ 20 എലമെന്റുകൾ ഇതാന്ന് പറയുന്ന മുമ്പേ എൻ്റെ മക്കൾ എല്ലാവരും പഠിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതി നോക്കിക്കേ. എഴുതുന്നുണ്ടോ? യെസ്. അപ്പൊ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ടീച്ചർ നോക്കാം നമുക്ക്. ഇപ്പൊ അലുമിനിയം അല്ലെ മക്കളെ, അലുമിനിയം 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 ആണ് എൽ എന്ന് ടീച്ചർ ഇട്ടേക്കുന്നത്. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. 13 എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസ് എത്രയുണ്ടെന്നാണ് അർത്ഥം. അതിൽ ഇലക്ട്രോൺസ് 13 ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് 13 ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ 13 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസും 13 ഉണ്ട്. സോ ഇലക്ട്രോൺസ് 13 ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ കൊടുക്കും? കെ ഷെല്ലിൽ 2 എണ്ണം 2, എൽ ഷെല്ലിൽ 8 എണ്ണം. ഇത്രയല്ലേ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റൂ. യെസ്. അപ്പൊ 2, 8 എത്രയായി? 10 ആയല്ലേ. ഇനി ബാലൻസ് എത്രയാ ഉള്ളത്? 13 ആവാൻ 3. നെക്സ്റ്റ് ഷെൽ. സോ അലുമിനിയം 2, 8, 3 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ദെൻ ഓക്സിജൻ. ഓക്സിജൻ ഓക്സിജൻ ഓക്സിജനിൽ 8 ആണ്. സോ ഇലക്ട്രോൺസ് എത്രയുണ്ടെന്നാണ് 8 ആണെങ്കിൽ അർത്ഥം? 8. അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ ഇലക്ട്രോൺസും 8. സോ ഓക്സിജനിൽ ഫസ്റ്റത്തെ ഷെല്ലിൽ 2 എണ്ണം അല്ലെ. എപ്പോഴും ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം? 6. 8 എണ്ണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ടോട്ടൽ 8 ഉള്ളൂ. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം പോയാൽ ബാക്കി എത്രയാ ബാലൻസ്? 6 അല്ലേ. അത് നമ്മളുടെ അടുത്ത ഷെല്ലിൽ കൊടുക്കാം. ഓക്കെ, ദെൻ പൊട്ടാസ്യം. പൊട്ടാസ്യം ഓക്കെ 19 ആണ്. സോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 19 ആണ്. അപ്പൊ മക്കൾ എങ്ങനെ എഴുതി ഇത്? 2, 8, 9. ഇങ്ങനെയാണോ എൻ്റെ മക്കൾ എല്ലാവരും എഴുതിയത്? അതെ അല്ലേ. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ എൻ്റെ മക്കൾക്ക് മാർക്ക് കിട്ടത്തില്ല. തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. പൊട്ടാസ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പൊട്ടാസ്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത്, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2, 8, 8, 1. മനസ്സിലായോ? ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ 8. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എത്രയാ? 18 എണ്ണം വരെ മാക്സിമം കൊള്ളും. എന്തുകൊണ്ട് ഇപ്പുറത്തോട്ട് കൊടുത്തുകൂടാന്ന് നിങ്ങൾ ചിന്തിച്ചു അല്ലേ? എന്തുകൊണ്ട് 9 എഴുതിക്കൂടാ എന്ന് നിങ്ങൾ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ കൊടുക്കത്തില്ല. സ്റ്റഡിയൊക്കെ ചെയ്ത് കൃത്യമായി നമ്മളുടെ പൊട്ടാസ്യത്തിന്റെ ആറ്റത്തിന്റെ അകത്തേക്ക് സ്ട്രക്ചർ ഒക്കെ നോക്കിയപ്പോൾ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് 2, 8, 8, 1 എന്നാണ്. ഓക്കെ, സോ 2, 8, 10, 8, 18, 1, 19 ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, കാൽഷ്യത്തിനും അതുപോലെ തന്നെയാണ് 2, 8, 8, 2. അതെന്തുകൊണ്ടാണെന്ന് അറിയാം മക്കളെ? നമ്മൾ 9th ഒരു ഒക്ടറ്റ് റൂൾ പഠിച്ചായിരുന്നു അല്ലേ? എലമെന്റുകൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നതിന് ഒക്ടറ്റ് റൂൾ ഉണ്ട്. അതായത് എന്താണ്? എല്ലാ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺ വെച്ച് ഫില്ല് ആകണമെന്നുള്ളത്? 8. അതാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. 8 ഇലക്ട്രോൺ വെച്ച് ഫില്ലായി വേണം പോകാനെന്ന്. ആ റൂൾ അനുസരിച്ചാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. അതിന്റെ ബാക്കി കുറച്ചും കൂടെ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ഇത് മനസ്സിലായല്ലോ? തെറ്റിപ്പോയ എൻ്റെ എല്ലാ മക്കളും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഒരിക്കലും എൻ്റെ മക്കൾക്ക് തെറ്റത്തില്ല. പൊട്ടാസ്യം കാൽഷ്യം എന്ന് പറയുന്നത് 2, 8, 8, 1 ആൻഡ് 2, 8, 8, 2. ഇനി 8, 8 വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചപ്പോൾ 18 വരെ പഠിച്ചു. ഏതിലാണ്? മൂന്നാമത്തെ ഷെല്ലിൽ 18 വരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചെങ്കിലും എന്താണ്, ഇപ്പോൾ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പഠിക്കുന്നത് ഒക്ടറ്റ് അനുസരിച്ചാണ്. അതായത് 8 ഒക്ടറ്റ് റൂൾ അനുസരിച്ച് 8, 8 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഇനി എൻ്റെ മക്കൾ മറക്കോ ഇതൊക്കെ? ഇതിന്റെ വേറൊരു റീസൺ കൂടെ ഉണ്ട്, അത് നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ പൊട്ടാസ്യം കാൽഷ്യം ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് ചിലപ്പോ നമ്മളുടെ എലമെന്റുകളും അറ്റോമിക് നമ്പരും തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ? മറന്നു പോകാനുള്ള സാധ്യത, തെറ്റിപ്പോകാനുള്ള സാധ്യതയൊക്കെ
ഇച്ചിരി കൂടുതലായിരിക്കും അല്ലേ. ചിലപ്പോൾ 13 എന്ന് പറയുമ്പോൾ അലുമിനിയം എന്ന് ഓർമ്മ വരണമെന്നില്ല അല്ലേ. ഇപ്പൊ ചിലപ്പോൾ അറ്റോമിക് നമ്പർ അവർ മിക്കവാറും തരാനാണ് സാധ്യത. എന്താണ്, നമ്മൾ അറ്റോമിക് നമ്പർ ബ്രാക്കറ്റിലും കൂടെ തന്നേക്കും 20, 19, 18, 17 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നില്ലെങ്കിലോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 10 എണ്ണത്തിന്റെ ഇപ്പോഴും തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, ടീച്ചർ ഒരു ചെറിയൊരു സെന്റൻസ് ആണ് എഴുതിയിരുന്നത്, അത് പഠിച്ചു വെക്കണം. ഓക്കെ, ഹായ്, ഹലോ, ലിറ്റിൽ ബ്യൂട്ടിഫുൾ bird could not overfly near. Okay, എന്താണ്, ഹായ് ഹലോ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ബേർഡ് കുഡ് നോട്ട് ഓവർഫ്ലൈ നിയർ. ഓക്കെ, പഠിച്ചു വയ്ക്കാമല്ലോ. 10 എണ്ണത്തിന്റെ ആദ്യത്തെ 10 എലമെന്റിന്റെ ഓർഡർ പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹായ് ഹലോ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ബേർഡ് കുഡ് നോട്ട് ഓവർഫ്ലൈ നിയർ. ഓക്കെ, കുഡ് നോട്ട് ഓവർഫ്ലൈ നിയർ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഹായ് എന്ന് പറയുമ്പോൾ ആരാണെന്ന് അറിയാമോ? ഹൈഡ്രജൻ H. ഓക്കെ, ഹലോ എന്ന് പറയുമ്പോൾ ഹീലിയത്തിന്റെ HE. ഓക്കെ, ആദ്യത്തെ H, രണ്ടാമത്തെ HE, ഹലോ ഹീലിയം. ഹായ് ഹലോ ഹൈഡ്രജൻ ഹീലിയം. ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഏതാണെന്ന് അറിയാമോ നമുക്ക്? ലിറ്റിൽ എന്ന് പറയുമ്പോൾ ലിഥിയത്തിന്റെ Li. ഓക്കെ, ഹായ് ഹലോ ലിറ്റിൽ. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ഏതാണെന്ന് അറിയാമോ? ലിഥിയത്തിന്റെ Li ആണ് കേട്ടോ, Li. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ബെറിലിയം Be. Okay, beryllium. So this is atomic number 1, 2, 3, 4. ഇനി ആരാണ് അറ്റോമിക് നമ്പർ 5 അല്ലേ? 5 ആരാ? ബേർഡ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ? ബേർഡിന്റെ ബി, ബോറോൺ ബി. ബേർഡിൽ നിന്നും ബി ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ബ്യൂട്ടിഫുള്ളിൽ നിന്നും BE. Then 6 ആരാ? കുഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കുഡിന്റെ C എടുക്കണം നമ്മൾ. കാർബൺ C. ഓക്കെ, നോട്ട് ആണ് അടുത്തത്. നോട്ടിൽ നിന്നും N എടുക്കണം. 7 നൈട്രജൻ N. ഓക്കെ മക്കളെ. Then 8 ഓവറിന്റെ O, ഓക്സിജന്റെ സിമ്പൽ O. Then ഫ്ലൂറിൻ F. ഫ്ലൈയിൽ നിന്ന് F ആണ് എടുക്കേണ്ടത്. FLUORINE, അതാണ് ഫ്ലൂറിൻ F. ഫ്ലൂറിൻ. Then നിയറിന്റെ NE, നിയോണിൽ നിന്നും NE. ഇതാണ് നമ്മൾ ആദ്യത്തെ 10 എണ്ണം പഠിക്കാനുള്ള കോഡ്. ഈസി അല്ലേ മക്കളെ? എന്താണ്, ഹായ് ഹലോ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ബേർഡ് കുഡ് നോട്ട് ഓവർഫ്ലൈ നിയർ. ഓക്കെ, ഈ സെന്റൻസ് പഠിച്ചു വെക്കുമ്പോ നമ്മൾ ഈ എടുക്കുന്ന ലെറ്റേഴ്സിനെ മാറിപ്പോവരുത്. ഹായ് ഹലോ എന്ന് പറയുമ്പോൾ HHELIBEBCNOFNE. സോ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, 1 ഹൈഡ്രജൻ, 2 ഹീലിയം, 3 ലിഥിയം, 4 ബെർലിയം, 5 boron, 6 carbon, 7 nitrogen, 8 oxygen, 9 fluorine, 10 neon. ഓക്കെ മക്കളെ, അപ്പൊ 10 എണ്ണം നമ്മൾ ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഇനി നിങ്ങൾ ആരും ഇത് മറക്കില്ലെന്ന് ടീച്ചറിന് അറിയാം. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഹായ് ഹലോ ലിറ്റിൽ ബ്യൂട്ടിഫുൾ ബേർഡ് കുഡ് നോട്ട് ഓവർഫ്ലൈ നിയർ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ 10 എണ്ണത്തിന്റെ അത് കിട്ടി. ഇനി ഒരു 10 എണ്ണം കൂടെ നമ്മൾ പഠിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ബ്രേക്ക് വേണ്ടേ? ബ്രേക്ക് വരണം അല്ലേ? എല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പൊ തളർന്നിരുന്നോ? ഇല്ല.
ഇല്ല. എന്നാലും ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് വന്നോ, കുട്ടി ബ്രേക്ക് എടുത്ത് ഒന്ന് നടന്നു, ഒന്ന് റിലാക്സ് ആയി, ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ജ്യൂസോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കഴിച്ച് കുറച്ചും കൂടെ ഒന്ന് എനർജി ആയിട്ട് വന്നിരിക്കുക. അടുത്ത 10 എണ്ണത്തിന്റെ പഠിക്കാൻ. ഈ ജ്യൂസൊക്കെ കുടിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മളുടെ ഈ പറയുന്ന എലമെന്റ്സിന്റെ പേരുകളും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കണം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, യെസ്. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചിട്ടൊക്കെ വന്നു എന്ന് തോന്നുന്നു. ചായ കുടിച്ചവരുണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ കുറച്ചും കൂടെ എനർജി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്റെ മക്കളെല്ലാവരും ടീച്ചറിന് കാണാം. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ ആദ്യത്തെ 10 എണ്ണത്തിന്റെ പഠിച്ചു അല്ലെ? ഇപ്പൊ എല്ലാവർക്കും അറിയാം ആദ്യത്തെ 10 എണ്ണത്തിന്റെ. അറിയാലോ ആരൊക്കെയാണ്? ഒന്നും കൂടെ ഒന്ന് ഓർഡർ പറഞ്ഞേ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, S4 ബെർലിയം, ബോറോൺ, yes correct, കാർബൺ, അതെ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. വെരി ഗുഡ്. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഇതേ എന്താ പറയുന്ന എനർജിയോട് കൂടി തന്നെ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് അടുത്തൊരു 10 എണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചാലോ? നിങ്ങൾക്ക് 20 എണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക്. സാധാരണ അറ്റോമിക് നമ്പർ തരും. ഇൻ കേസ് തന്നില്ല എങ്കിൽ പേടിക്കണ്ട എന്ന് വിചാരിച്ചാണ് ടീച്ചർ തരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നാൻസി MG. ഇൻഷിലാണെന്ന് വിചാരിച്ചോ. നാൻസി MG സിപ്സ്. ഓക്കെ, നാൻസി MG സിപ്സ് ക്ലോസ് are the kisses carry. Okay, here we go. Al sips. Okay, Nancy MG Al sips close are the kisses carry. Okay, നോക്കിക്കേ മക്കളെ. നാൻസി Na സോഡിയം 11 Na. ഓക്കെ, ദെൻ 12 ആരാന്നറിയാമോ? MG നമ്മളുടെ മാഗ്നീഷ്യം. 13 Al അലൂമിനിയം. ഓക്കെ, 14 6ന്റെ SI സിലിക്കൺ. ആരാണ്? സിലിക്കൺ. ഓക്കെ, സിപ്സ് P ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. സിപ്സിലെല്ലാം നമ്മൾ എല്ലാ ലെറ്റേഴ്സും എടുക്കുന്നുണ്ടേ. സിപ്സിൽ P എന്ന് പറയുന്ന ആരാന്നറിയാമോ? ഫോസ്ഫറസ്. S സൾഫർ. 15 16. ഓക്കെ, 17 ക്ലോസിന്റെ Cl ക്ലോറിൻ. ഓക്കെ, ആർദ്രന്റെ AR 18 AR ആർഗൺ. ഓക്കെ, കിസ്സസിന്റെ K മാത്രം. ഓക്കെ, 19 K പൊട്ടാസ്യം. ക്യാരിയുടെ Ca 20 ആരാ? കാൽഷ്യം. അപ്പൊ എന്താണ്? നാൻസി MG ആസിഡ്സ് ക്ലോസ് ആർ ദ കിസ്സസ് ക്യാരി. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു എന്തൊക്കെ കിട്ടും നമുക്ക്? സോഡിയം, മാഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. ഒന്നും കൂടെ. 11 സോഡിയം, 12 magnesium, 13 aluminium, 14 silicon, 15 phosphorus, 16 sulfur, 17 chlorine, 18 argon, 19 potassium, 20 calcium. മനസ്സിലായോ മക്കളെ?
അപ്പൊ ഈ കോഡ് ഒരിക്കലും മറക്കത്തില്ലല്ലോ. 1 to 20 വരെയുള്ള എലമെന്റ്സുകളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ടീച്ചറെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ചെയ്തു നോക്കാനായിട്ട് കുറച്ച് എലമെന്റുകൾ തരുവാണേ. പി എന്താ? ഫോസ്ഫറസ് ആണേ, ഫോസ്ഫറസ്. എസ് സൾഫർ, Cl17, then beryllium 4, boron 5, okay, then magnesium 12. ഇത്രയും എലമെന്റുകളുടെ എൻ്റെ മക്കളൊന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചേക്കണം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ പറഞ്ഞ ഈ ടീച്ചർ എഴുതിയിട്ടേക്കുന്ന ഈ 6 എണ്ണം ഒന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയണം. എത്ര നമ്മൾ പഠിച്ചാലും ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ 2, 8, 8 എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഇനി അവിടെ ശ്രദ്ധിച്ച് എൻ്റെ മക്കളെല്ലാവരും നമ്മൾ പൊട്ടാസ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. 2, 8, 8, 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിയെന്ന് പറഞ്ഞു. അതിനൊരു ചെറിയ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലേ, നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് ടീച്ചർ പറഞ്ഞു തന്നെ നമ്മൾ പഠിച്ചു. അതെന്താണ്? ആറ്റത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആറ്റത്തിനെക്കാട്ടിയും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ്, അതാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത്. അപ്പോ നമ്മളുടെ ഷെല്ലുകൾ പഠിച്ചല്ലേ? കെ ഷെല്ലുണ്ട്. കെ ഷെൽ ഈസ് ദ ഫസ്റ്റ് ഷെൽ, എൽ ഷെൽ ഈസ് ദ സെക്കൻഡ് ഷെൽ, എം ഷെൽ ഈസ് ദ തേർഡ് ഷെൽ, എൻ ഷെൽ ഈസ് ദ ഫോർത്ത് ഷെൽ. ഇത്രയും ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ മക്കളെ? അപ്പൊ ഷെല്ലുകളെ കുറിച്ച് പഠിച്ചപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഷെല്ലുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്? ഇനി ടീച്ചർ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട് അല്ലേ? യെസ്, പക്ഷെ പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മൾ ആറ്റത്തിനകത്ത് സബറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഷെല്ലുകളുണ്ടല്ലോ മക്കളെ, ഈ ഷെല്ലുകൾക്കകത്തും ഷെല്ലുണ്ട്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, അങ്ങനെയാണ്. ഓരോ ഷെല്ലിനകത്തും കുട്ടി 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 ഷെല്ലുകളുണ്ട്. ഷെല്ലിന്റെ മക്കളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ കെ ഷെല്ലെടുത്താൽ കെ ഷെല്ലിനകത്തും ഷെല്ലുകളുണ്ട്, കുഞ്ഞു 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 ഷെല്ലുകളുണ്ട്. നമ്മൾ എൽ ഷെല്ലെടുത്താലോ എൽ ഷെല്ലിനകത്തും ഷെല്ലുകളുണ്ട്, എമ്മിനകത്തുണ്ട്, എന്നിനകത്തുണ്ട്. ഈ അകത്ത് ആയതുകൊണ്ട്, അതിനെക്കാട്ടിയും ചെറുതായതുകൊണ്ട് ഷെല്ലുകൾ ആ ഷെല്ലുകൾ എന്തെന്ന് പറയും നമ്മൾ? ഇപ്പോൾ ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിനെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയും. അപ്പം ഷെല്ലുകൾക്കകത്തുള്ളതായതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയും? സബ് ഷെൽസ്. എന്താ പറയുന്നേ? സബ് ഷെൽസ്. സബ് ഷെൽ എന്തെങ്കിലും ഉണ്ടോ? ഓരോ ഷെല്ലിനകത്തും എന്തുണ്ട്? കുട്ടി 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 ഷെല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെൽസ്. എന്താണ് വിളിക്കുന്നത്? സബ് ഷെൽസ്. ഷെല്ലിനകത്തായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ സബ് ഷെല്ലുകൾക്കും പേരുണ്ട്. മെയിൻ ഷെല്ലുകൾക്ക് KLMN എന്ന് പറയുന്നത് പോലെ ഈ ഓരോ ഷെല്ലിനകത്തുള്ളതിനും പേരുകളുണ്ട്. അതാണ് എസ്, പി, ഡി, എഫ്. ഇത്രയൊക്കെ എൻ്റെ മക്കൾ, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. എസ്, പി, ഡി, എഫ്. അപ്പൊ തോന്നും എന്തുകൊണ്ടാണ് ഈ എസ്, എന്താണ് ഈ പി എന്നൊക്കെ തോന്നും അല്ലെ? എസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. പി പ്രൈമറി, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. ഇതിന്റെ എല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് SPDF എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത് കേട്ടോ മക്കളെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും എന്റെ മക്കൾക്ക് പഠിക്കാനായിട്ടില്ല ഇപ്പോൾ. അത് നമുക്ക് ഹയർ ക്ലാസ്സുകളിൽ മാത്രമേ ഉള്ളൂ. ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സബ് ഷെല്ലുകളും അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം, കോൺഫിഗറേഷൻ ഇതെല്ലാം കൃത്യമായി പഠിക്കാൻ നമുക്കുണ്ട്. പക്ഷെ ഈ പേരുകളൊന്നും എന്റെ മക്കൾ ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ കാര്യമില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ ടീച്ചർ തന്നതാണ്. എസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, പി എന്ന് പറഞ്ഞാൽ പ്രൈമറി, ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ. അതിൻ്റെതാണ് SPDF എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോ ഈ ഷെല്ലുകളിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണുകൾക്ക് എണ്ണമുള്ളതുപോലെ 2, 8, 18, 13, 32 എന്നൊക്കെ നമ്മൾ പഠിച്ചതുപോലെ സബ് ഷെല്ലുകൾക്കും
അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകൾക്ക് എണ്ണമുണ്ട്. എന്താണ് അല്ലേ? കൺഫ്യൂഷൻ ആയോ? ഇല്ല, കൺഫ്യൂഷൻ ഒന്നും എൻ്റെ മക്കൾക്കാകത്തില്ല. അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. നമ്മളുടെ ഷെല്ലുകൾക്ക് എണ്ണമുള്ളതുപോലെ സബ് ഷെല്ലുകൾ, കുട്ടി ഷെല്ലുകളല്ലേ, അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകൾക്കും എണ്ണമുണ്ട്. വളരെ ഈസിയാണ്. നോക്കിക്കോ, എസ് പി ഡി എഫ്. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺ. അതായത് എസിൽ എത്രയുണ്ടോ അതിൻ്റെ +4 ആണ് പിയിൽ. പിയിൽ എത്രയുണ്ടോ അതിൻ്റെ +4 എന്ന് പറയുമ്പോൾ എത്ര വരും? ഡിയില് എത്ര വരും? യെസ്, 10. അതിൻ്റെ +4 എന്ന് പറയുമ്പോൾ എഫിൽ എത്ര വരും? യെസ്, വെരി ഗുഡ്, 14. അപ്പോ എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഓക്കെ, ക്ലിയർ ആയോ? 4 വെച്ച് പോകണം. 2 വെച്ചിട്ടുള്ള 4 വെച്ച് പോകണം. ഫസ്റ്റ് 2. ഓക്കെ, അപ്പൊ എസിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ്, എഫിൽ 14. ക്ലിയർ ആയോ മക്കളെ? അപ്പം എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ആർക്കെങ്കിലും സംശയമുണ്ടോ? മെയിൻ ഷെല്ലുകൾ ഒന്നും കൂടെ. കെ എൽ എം എൻ. കെ ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺ, എൽ ക്യാൻ അക്കോമഡേറ്റ് 8, എം ക്യാൻ അക്കോമഡേറ്റ്, യെസ്, വെരി ഗുഡ്, 18, എൻ ക്യാൻ അക്കോമഡേറ്റ് 32. ഇത് നമ്മളുടെ മെയിൻ ആണ്. മെയിൻ എന്ന് പറഞ്ഞാൽ പാരന്റ് ഷെല്ലുകളാണ്. ഓക്കെ, ഇനി ഇതിന്റെ സബ് ഇതിന്റെ കുട്ടി മക്കളിലേക്ക് പോവാണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. മക്കൾക്കെല്ലാം ഈ രീതിയിലാണ് പോകുന്നത്. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് N1. N is equal to 1 എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ ആരാ? ഷെല്ലാണ് അല്ലേ? N നമ്മൾ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് N കൊണ്ട്. N1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഫസ്റ്റ് ഷെല്ലായ ആരാണ്? കെ ഷെൽ. അപ്പൊ കെ ഷെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സബ് ഷെല്ലുകൾ പറഞ്ഞു. ഈ കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്, അവർക്ക് ആ കെക്ക് എത്ര മക്കളുണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, അത്ര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. N എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട്, K എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെൽ ആയതുകൊണ്ട് തന്നെ അതിൽ ആകെ ഒരു സബ് ഷെൽ മാത്രമേ ഉള്ളൂ. ഏതാണ്? ഒരു നമ്പർ 1 ആയതുകൊണ്ട് തന്നെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് എസ് സബ് ഷെൽ. N2 എന്ന് പറഞ്ഞാൽ ഏത് ഷെല്ലാ? എൽ ഷെല്ലാണ് അല്ലേ? എൽ ഷെല്ലിന് നമ്പർ 2 ആയതുകൊണ്ട് തന്നെ, നമ്പർ ഏതാണ്? 2 ആയതുകൊണ്ട് തന്നെ എന്നിന്റെ സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്, എസും പിയും. മനസ്സിലായോ? ഫസ്റ്റ് ഷെല്ലായ കെ ഷെൽ 1 ഫസ്റ്റ് ആയതുകൊണ്ട്, ഒന്നാമത്തെ ഷെൽ ആയതുകൊണ്ട് ഒരു സബ് ഷെൽ. എൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെൽ ആയതുകൊണ്ട് 2 സബ് ഷെൽ, എസും പിയും. മൂന്നാമത്തെ ആള് N is equal to 3, that is M shell. M shell മൂന്നാമത്തേതല്ലേ മക്കളെ? അപ്പൊ എത്ര സബ് ഷെല്ല് കാണും? യെസ്, എസ് പി ഡി എന്ന് പറയുന്ന 3 സബ് ഷെല്ലുകൾ. ക്ലിയർ ആയോ? N1 ആയതുകൊണ്ട് എസ്, N2 ആയതുകൊണ്ട് എസും പിയും 2 എണ്ണം ഉണ്ട്, N3 ആയതുകൊണ്ട് എസ് പി ഡി എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്. ക്ലിയർ ആയോ? ഇനി N is equal to 4. N is equal to 4 എന്ന് പറയുമ്പോൾ ഏത് ഷെല്ലാ? N ഷെല്ലാണ് അല്ലേ മക്കളെ? N ഷെൽ എന്ന് പറഞ്ഞാൽ N4 ആയതുകൊണ്ട് തന്നെ എത്ര സബ് ഷെൽ ഉണ്ട്? 4 സബ് ഷെൽ. 4 സബ് ഷെൽ ആരൊക്കെ ആയിരിക്കും? എസ്, പി, ഡി, എഫ്. സോ K shell, S sub shell, L shell, S and P,
M shell SPD, then N shell SPDF. Clear? Okay. ഇനി ഇതിലെന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ മക്കളെ? നമ്മുടെ സബ് ഷെല്ലുകൾക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ. എല്ലാ സബ് ഷെല്ലുകളും എല്ലാത്തിലും ഒന്നും ഇല്ല അല്ലെ, പക്ഷേ എല്ലാത്തിലുമുള്ള ഒരു സബ് ഷെല്ലുണ്ട്. എല്ലാ ഷെല്ലും എടുത്ത് നോക്കിയാൽ ആ സബ് ഷെല്ല് കാണും. ആരാണത്? യെസ്, ആരാണ്? നമ്മളുടെ യെസ്. ഒന്നാമത്തെ ഷെല്ലിലുണ്ട്, രണ്ടാമത്തെ ഷെല്ലിലുണ്ട്, മൂന്നാമത്തെ ഷെല്ലിലുണ്ട്, നാലാമത്തെ ഷെല്ലിലും എസ് ഉണ്ട് അല്ലെ. പക്ഷെ ഇത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് ആണോ രണ്ടാമത്തെ ഷെല്ലിലെ എസ് ആണോ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അപ്പൊ ഞാൻ പറയാണ്, ഒരു റെപ്രസെന്റേഷൻ ആണ് മക്കളെ. എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ എസ് സബ് ഷെല്ലില് 2 ഇലക്ട്രോൺ എന്ന് ഞാൻ പറയാം. എന്താണ് പറഞ്ഞത്? എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും അല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഓക്കെ, അതിന്റെ സബ് ഷെല്ലായ എസ്, ഓക്കെ, അതും ഓക്കെ, 2 ഇലക്ട്രോൺ ഉണ്ട്, അതും ഓക്കെ. പക്ഷേ ഇത് ഏത് എസ് ആണ്? കെയിലുള്ള എസ് ആണോ, എല്ലിലുള്ള എസ് ആണോ, എമ്മിലുള്ള എസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനാണ് വേറൊരു കാര്യമുള്ളത്. ഇപ്പോ നമ്മളുടെ ക്ലാസ്സിലെല്ലാം ഒരേ പേരുള്ള 2 കുട്ടികൾ കാണും അല്ലെ, ചിലപ്പോൾ മിക്കവാറും ഒക്കെ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന പേരുകൾ കാണും. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മു, അപ്പു, അനു എന്നൊക്കെ പറയുന്ന പേരുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ ഇപ്പോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ടീച്ചറിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ തന്നെ എന്താണ് ശരണ്യ എന്ന പേരുള്ള 2 പേരുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാണ്, ശരണ്യ ആൻസർ പറഞ്ഞേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 3 ശരണ്യമാരുണ്ടെങ്കിൽ 3 ശരണ്യമാരും ആൻസർ പറയാൻ എണീക്കും അല്ലേ. പക്ഷെ ഞാനൊരു ഇനിഷ്യലും കൂടെ ചേർത്ത് പറയുകയാണ്, ശരണ്യ എസ് അല്ലെങ്കിൽ ശരണ്യ എം എന്ന് പറഞ്ഞാൽ അത് ആരെയാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഷെല്ലുകളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഷെല്ലുകൾ ഇപ്പൊ n=1 എന്ന് പറയുന്ന കെ ഷെല്ലിലെ സബ് ഷെൽ ആണെങ്കിൽ 1 എസ്, ഓക്കെ. ഇനി n എന്ന് പറയുന്ന 2യിലെ എൽ ഷെൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? 2s. പി ഉണ്ടെങ്കിൽ 2p, കാരണം 1ൽ p ഇല്ല. n=3 എന്ന് പറയുന്ന എം ഷെല്ലിലാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും? 3s, 3p, 3d. ഓക്കെ. ഇനി n എന്ന് പറയുന്ന 4ലെ n ഷെല്ലിലെ സബ് ഷെല്ലുകളാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 4s, 4p, 4d, 4f അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലാവും, കാരണം ഇപ്പൊ ടീച്ചർ പറയാണ് 3s എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയി പറയാൻ പറ്റും. എങ്ങനെ? മൂന്നാമത്തെ ഷെല്ലിലെ എസ്. ഇനി ടീച്ചർ പറയാണ് 4p എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നാലാമത്തെ ഷെല്ലിലെ പി. വെറും പി എന്ന് പറഞ്ഞാൽ, വെറും പി എന്ന് മാത്രം ടീച്ചർ പറഞ്ഞാൽ ഈ പി ആണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പക്ഷെ ടീച്ചർ അതിന്റെ കറക്റ്റ് നമ്പറും കൂടെ എടുത്ത് 4p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഏതാണ്? നാലാമത്തെ ഷെല്ലിലെ പി ആണ് നമുക്കറിയാം. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അപ്പൊ പ്രത്യേകമായി ശ്രദ്ധിച്ചോണം, കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്. ഒന്നാമത്തെ ഷെല്ലിന് ഒരു സബ് ഷെല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് എസ്. പിന്നെ അത് ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് 1s എന്ന് പറയും. രണ്ടാമത്തെ ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? എൽ ഷെല്ലാണ്. അതിന് 2 സബ് ഷെല്ലുണ്ട്, എസും പിയും. അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ 2s, 2p. ഓക്കെ. ദെൻ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ എം ആണ്. അതിന് 3 സബ് ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി. സോ 3s, 3p, 3d. ഓക്കെ. ദെൻ ഇനി നാലാമത്തെ എന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. എൻ ഷെല്ലിലാണെങ്കിലോ 4s, 4p, 4d, 4f എന്ന് പറയുന്ന 4 സബ് ഷെല്ലുകളുണ്ട്. ഓക്കെ മക്കളെ. അപ്പോ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്
n is equal to 1 s മാത്രമേ ഉള്ളൂ s സബ്ഷെൽ. n is equal to 2 s ഉം p യും ഉണ്ട്. n is equal to 3 s p d. n is equal to 4 s p d f. ക്ലിയർ? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ മക്കളെ? ഈ സബ് ഷെല്ലുകളിൽ എങ്ങനെ ഇലക്ട്രോണുകളെ കൊടുക്കാം. നമ്മൾ നേരത്തെ പഠിച്ചത് മെയിൻ ഷെല്ലുകളാണ്. ഇനി എങ്ങനെ നമ്മൾ ഈ സബ് ഷെല്ലിൽ കൊടുക്കുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അത് ഇന്നല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചറിന്റെ അടുത്ത ക്ലാസ്സിലാണ് ടീച്ചർ ഇത് പറയാൻ പോകുന്നത്. അതും വളരെ ഈസിയാണ്. അപ്പൊ എൻ്റെ മക്കൾ ഇന്ന് പഠിപ്പിച്ചത് കൃത്യമായി പഠിച്ചതിന് ശേഷം ടീച്ചറിന്റെ അടുത്ത ക്ലാസ് മിസ് ചെയ്യാതെ കാണണം. കൃത്യമായി ടീച്ചർ തന്ന വർക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഈ സബ് ഷെല്ലുകളിൽ എങ്ങനെ ഇലക്ട്രോണുകൾ ഫില്ലാകും എന്നുള്ളതാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടീച്ചറിന്റെ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. സോ മിസ്സാക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ് കാണുക. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.